ഈ ബണ്ടിച്ചോറ് പോലും ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നു നമ്മുടെ ഈ ശ്രീകോവിൽ കൊള്ളക്കാരെ കാണാൻ. ഒരു ഭാഗത്ത് കളവടക്കുന്നു, ഒരു ഭാഗത്ത് നവോത്ഥാനം നടത്തുന്നു. എന്തൊരു വലിയ പ്രഹസനമാണ്, എന്തൊരു വലിയ തട്ടിപ്പാണ് നടത്തിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കിലോ കണക്കിന് തൂക്കി നടക്കുകയല്ലോ. ആ ചോദ്യങ്ങൾക്കെല്ലാം കിലോയോ അല്ലെ ഗ്രാമോ ഒന്നും ഉത്തരം പറയാൻ ഞാനില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയില്ല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് 100 കിലോ സ്വർണ്ണമാണ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകൾ മുഖാന്തരം അവിടുന്ന് അടിച്ചു മാറ്റിയത്. അയ്യോ ഞാനോ മനസാ വാചാ കർമ്മണാ ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം. കനലൊരു തരി മതി, വല്ലാത്ത തണുപ്പ്. പിടികിട്ടി. നീലടത് അടിച്ചു മാറ്റിയത് ഒരുമാതിരി ഡോൾബി വർത്താൻ എന്റെ അടുത്ത് പറയരുത്. ആരും കാക്കാൻ പറ്റില്ല, ആരെ കൊണ്ടും കാക്കാൻ പറ്റിയില്ല. അതാണ് കുറെ ആളുകളുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ കക്കാൻ പറ്റിയത്. പാർട്ടി വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അവിടെ രേഖാമൂലമായ കൃത്രിമം നടത്തി. എന്തൊരു നാണക്കേടാ. സ്വർണം ചെമ്പാകുന്നു, ചെമ്പ് പിച്ചളയാകുന്നു, പിച്ചള പിന്നെയും ചെമ്പാകുന്നു. അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ തന്നെ അഴിമതിയാണ്, അല്ലെങ്കിൽ കൃത്രിമമാണ്, മോഷണമാണ്, കൊള്ളയാണ് എന്ന് ബോധ്യമായിട്ട് അതിന്റെ ഒരു കലക്കം ഇപ്പോൾ ഉള്ളത്. ആ കലക്കം മാറട്ടെ, ഈ കലക്കം തെളിയും. കലങ്ങാതെ തെളിയാൻ ഒക്കൂലല്ലോ. ആളിനെ നമുക്ക് മനസ്സിലായി. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെ പോലീസ് അല്ല അറസ്റ്റ് ചെയ്യുന്നത്. സഖാവ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിനോട് ചുമതലക്കാരനായിരുന്നു കൊണ്ട് നയിക്കുന്ന പോലീസ്, അല്ലെങ്കിൽ പി ശശി ഉത്തരവാദിത്വത്തോടെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഈ സഖാവിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ കയ്യാമം വെച്ചില്ല എന്ന് മാത്രം. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ. ശ്രീ പത്മകുമാറിനെ CPM-ന്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിലാണ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന് ഇതിലുള്ള പ്രത്യേക താല്പര്യം എന്നതും പത്മകുമാറിനോട് വിശേഷ്യ പ്രത്യേക താല്പര്യം എന്നതും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് ഇടതുപക്ഷ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഈശ്വര, ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല, പാർട്ടിക്ക് ഞങ്ങൾക്കൊരു ബന്ധമില്ല. ആരാ പത്മകുമാർ? CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എന്നൊക്കെ പറയുന്നത് പാർട്ടിയായിട്ട് ബന്ധമുള്ള ഒരു പൊസിഷൻ അല്ല, മനസ്സിലായില്ലേ? വരുന്ന പാർട്ടിയിൽ ആരും അല്ല. കള്ളം പറയുന്നു പന്നെ. അപ്പൊ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് 10 ദിവസമായതിനു ശേഷവും അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി പ്രഥമ ദൃഷ്ട്യാ പോലും ഒരു കുറ്റം കാണുകയോ അല്ലെ അദ്ദേഹത്തെ അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മേൽ നടപടിക്ക് കമ്മിറ്റി രൂപീകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സ്വാഭാവികം. അദ്ദേഹം ഇപ്പോഴും ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് ജയിലിൽ കിടക്കും. അത് വളരെ കൗതുകരല്ല. അപ്പൊ അത് വിരൽ ചൂടുന്നത് എവിടേക്കാണ്? ഈ വലിയ സ്വർണ്ണ കൊള്ള നടത്തിയത് പാർട്ടിയുടെ അറിവോട്ടാണ്. എല്ലാം കയ്യിൽ നിന്ന് പോവാ. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായി. പാർട്ടിയുടെ താല്പര്യപ്രകാരമാണ്. ഇതിൽ ആർക്കൊക്കെയാണ് ലാഭം ഉണ്ടായത്, അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് എത്ര കിട്ടി എന്നുള്ള ചോദ്യത്തിന് മാത്രമേ ഇതേപോലെ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുള്ളൂ. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. ഇതൊക്കെ എന്തോന്ന് കരച്ചില് മോനെ. ഇവിടുന്ന് കിട്ടുന്ന വരുമാനം എവിടോട്ടാ കൊണ്ടുപോകുന്നേ? ഈ ഭക്തരുടെയൊക്കെ വീടുകളിലോട്ട് വീതിച്ചു കൊടുക്കുവാണോ, അതോ ദേവസ്വം ബോർഡ് മൊത്തം അങ്ങെടുത്ത് ചെലവാക്കുകയാണോ? അവരെല്ലാരും കൂടെ തിന്നു തീർക്കുവാണോ? വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ. സർക്കാരിന് ഇതിലൊന്നും യാതൊരു റോളും ഇല്ലേ? ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എവിടാ? മന്ത്രിമാരുടെ വീടുകളിലായിരുന്നോ മാറി മാറി? അത് എന്തിനാ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തൊക്കെയോ പറഞ്ഞ് തള്ളുന്ന കേട്ടായിരുന്നല്ലോ. ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കും. ഇന്റർനാഷണൽ പിൽഗ്രിം ടൂറിസ്റ്റ് സെന്റർ. അത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയായിരുന്നോ? അതെ, അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞതല്ലേ. ആണ്. എന്നാൽ ആവേശം ഒട്ടും കളയണ്ട. അതിലൊന്നും സർക്കാരിന് ഇപ്പൊ യാതൊരു പങ്കുമില്ല അല്ലേ? ശ്രീ പത്മകുമാറിനെ CPM-ന്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിലാണ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം പ്രസിഡന്റിന്റെ നിയമനത്തിലോ ദേവസ്വത്തിന്റെ ഫംഗ്ഷനിങ്ങിലോ പാർട്ടിക്കോ സർക്കാരിനോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വാദം നിലനിൽക്കുന്നതല്ല. എന്താ ഉറക്കം വരുന്നു. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി വിരൽ ചൂണ്ടുന്നത് സർക്കാരിന്റെ ഇടപെടലിലേക്കാണ്. നിങ്ങൾക്കുള്ള ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. ഒരു വാക്കിന് പകരം ഒരു 3.5 വാക്കെങ്കിലും ഉപയോഗിക്കുന്ന ആൾ, അത്രയും പാണ്ഡിത്യമുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്താ പറയേണ്ടത്, എങ്ങനെ പറയണം എന്നൊക്കെ അറിയാതെ ഒരു ബുദ്ധിമുട്ട് വരും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അതിന്റെ ഒരു വിഷമാണ്. ഓ, ഇത് രാഷ്ട്രീയ ലക്ഷ്യമാ, അല്ലാതെ സ്വർണ്ണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടില്ല. എല്ലാം മനുഷ്യരുടെ തോന്നല, സർവമായ. ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ മണ്ടനല്ല ഞാൻ. അതൊക്കെ അങ്ങേർക്കും അറിയാം. എന്തെങ്കിലും പറയണ്ടേ? ഇനി പോലീസ് കേസിൽ പത്മകുമാർ ഒഴിച്ച് വേറെ ആളുകൾ പ്രതിയാക്കുമോ എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് വലിയ നേതൃത്വത്തിലേക്ക് പോകാൻ പറ്റിയില്ല. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം രേഖാപരമായ തെളിവുണ്ട് അദ്ദേഹം നടത്തിയ ആ കൃത്രിമങ്ങൾക്ക്.
അദ്ദേഹത്തെ പ്രതിയാക്കാൻ സാധിക്കും. നേരെ കുറച്ച് ഇതിന് പുറത്തുള്ള ഒരാളെ പ്രതിയാക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതിന് തെളിവുണ്ടേ. വെറുതെ നമുക്കറിയാം ഇന്ത്യൻ ആളുകൾക്ക് ആയിരിക്കും ഇത് ചെയ്തതെന്നുള്ളത്. എങ്കിൽ പോലും ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ധാർമ്മികമായിട്ട് അല്ലെങ്കിൽ വെറും യുക്തി ഉപയോഗിച്ചിട്ട് സംശയിക്കാം. ഇനി നീ എങ്ങാനും രാഷ്ട്രീയമായ ഉത്തരവാദിത്വം കടകംപള്ളിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. കാരണം പാർട്ടി നിയോഗിച്ച ആളുകളാണ് ഇതിന്റെ കമ്മിറ്റിയിലും മറ്റും കിട്ടുക. അപ്പൊ കടകംപള്ളിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവർ കൂടി ആലോചിച്ചിട്ടാണ് ഇദ്ദേഹത്തെ എവിടേക്ക് നിയോഗിച്ചത്. പക്ഷേ ഇവരെ ക്രിമിനൽ ലയബിലിറ്റി എങ്ങനെ ഇവരുടെ മേലെ ചുമത്താൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. കോടതിയിൽ തെളിയിക്കാവുന്ന കാര്യങ്ങളല്ലേ. അന്വേഷണ സംഘത്തിന് അന്വേഷിച്ച് കണ്ടെത്തി കുറ്റപത്രത്തിൽ എഴുതി കൊടുക്കാനും ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്താനും പറ്റുമോ? ആ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്തുക എളുപ്പമല്ല. അല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ അത്ര സൂക്ഷ്മമായ അന്വേഷണം നടക്കണം. ഈ സർക്കാരിന്റെ കീഴിൽ അങ്ങനെ ഒന്നും നടക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം ഒന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അപ്പൊ പത്മകുമാറിനെ പെടുത്താതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ പെടുത്തിയതാണ്. അല്ലാണ്ട് അദ്ദേഹത്തെ പ്രതിയാക്കി സർക്കാരിന്റെ നേരസ്ഥത തെളിയിക്കാം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പൊ ഇതാണ് അതിൻ്റെ അകത്ത് സംഗതി. ഇതിന്റെ രാഷ്ട്രീയവും ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ. ഇത് ഔട്ട് ആൻഡ് ഔട്ട് കൊള്ളയാണ്. വെറും കൊള്ളയല്ല, ആലോചിച്ച് ഉറപ്പിച്ച് വലിയ ആസൂത്രണവും മുന്നൊരുക്കവും നടത്തി വളരെ വൃത്തിയായി നടപ്പാക്കിയ ഒരു പകൽ കൊള്ളയാണ്. ഇത് സാധാരണയിൽ കണ്ടുപിടിക്കപ്പെടുമായിരുന്നില്ല. കാരണം അതുപോലത്തെ അതിക്രമമുള്ള ചെയ്തു. സംശയിക്കാൻ എന്തിരിക്കുന്നു, അത് തീർച്ചയല്ലേ. വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരം അറിയിക്കും. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല, ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല. നിലപാടില്ലാത്തത് കൊണ്ട് പിന്നെ വ്യത്യസ്തമെന്നോ വ്യത്യസ്തം അല്ലാത്തതെന്നോ ഉള്ള ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. ദേവസ്വം ബോർഡിൽ എന്തൊക്കെ മോഷണങ്ങൾ ദൈനംദിനാടിസ്ഥാനത്തിൽ നടക്കും, ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നടക്കും. അതിൽ ഭണ്ണാരത്തി കൈയിട്ട് വരുന്ന ആളുകളുണ്ട്, ആഭരണങ്ങൾ മോഷ്ടിക്കുന്നവരുണ്ട്, മറ്റു തരത്തിലുള്ള പല കൃത്രിമങ്ങളും കൊള്ളകളും നടത്തുന്നവരുണ്ട്. ഇപ്പൊ ശബരിമലയിൽ തന്നെ അരവണ പായസത്തിന് കരാർ കൊടുക്കുന്നതിൽ നടത്തുന്ന അഴിമതി, അല്ലെങ്കിൽ നെയ്ത്തേങ്ങയുടെ അഴിമതി, അതല്ലെങ്കിൽ അപ്പം വഴിപാടിൽ നടത്തുന്ന അഴിമതി. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. ഇതൊക്കെ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കാം. അതിനൊക്കെ നമുക്ക് ന്യായീകരണങ്ങളുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് പല മാഫിയകളാണ് ഈ ശബരിമലയെ ഗ്രസിച്ചിരിക്കുന്നത്. അതൊക്കെ അയ്യപ്പസ്വാമി നേരിട്ട് വിചാരിച്ചാലേ പറ്റുള്ളൂ. അത് നമ്മളാരും വിചാരിച്ചാലും തടയാൻ പറ്റില്ല. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ എത്ര വിദഗ്ധമായിട്ടാണ് അതിന് പ്ലാൻ തയ്യാറാക്കും, പദ്ധതി തയ്യാറാക്കും, ആസൂത്രണം ചെയ്യും, രേഖകളും കൃത്രിമം നടത്തും. അത് കഴിഞ്ഞ് ഈ സ്വർണം എല്ലാവരും കാണെ അഴിച്ചുകൊണ്ട് പോകും. അതേപോലെയുള്ള ഒരു സാധനം കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യും. അപ്പോഴും ആരും അറിയുന്നില്ല. ആളുകളൊക്കെ ഇവിടെ നവോത്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. മുലമുറിച്ച നങ്ങേലിയുടെ കഥ പറഞ്ഞ് മുഖ്യമന്ത്രി നമ്മളെയൊക്കെ ത്രില്ലടിപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ കൊള്ള നടക്കുന്നു. ഒന്ന് ആലോചിച്ചു. നവോത്ഥാനം നടപ്പാകണമെങ്കിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം. സ്ത്രീകളല്ല, യുവതികളെ പ്രവേശിപ്പിക്കണം. അതിനുവേണ്ടി ബിന്ദു അമ്മിണിയെയും കനകദുർഗയും ഒക്കെ ഇതിന്റെ 18 പടി ചവിട്ടിക്കാതെ പുറകിലത്തെ വാലിൽ കൂടി കൊണ്ടുവന്ന് ശബരിമല സന്നിധാനത്തിൽ വന്ന് മുദ്രാവാക്യം വിളിപ്പിക്കും. ശരണമയ്യപ്പ എന്നല്ല വിളിക്കും, ഇൻഗുലാം സിന്ദാബാദ് വിളിക്കും. എന്നിട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി ചരിത്രം മല കയറി എന്ന് പറയും. ഇവിടെയുള്ള TV ചാനലുകാർ ഈ ചില വാർത്താ അവതാരകരൊക്കെ ഇത് കേട്ട് കോരിത്തരിക്കുന്നു. അതേസമയത്ത് അവിടെ സ്വർണ്ണം കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. ഒരു ഭാഗത്ത് കളവടക്കുന്നു, ഒരു ഭാഗത്ത് നവോത്ഥാനം നടക്കുന്നു. എന്തൊരു അതിക്രമം നൽകുന്നു. അതൊക്കെ കണ്ട് ആളുകൾ കോരിത്തരിക്കുന്നു, കൈയടിക്കുന്നു. ഇതാ കേരളത്തിൽ നവോത്ഥാനം പൂർത്തിയായി. നാരായണ ഗുരുദേവൻ ഇതാണ് സങ്കല്പിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അതിക്രമമാണെന്ന് ആലോചിച്ചു. എന്തൊരു വലിയ പ്രഹസനമാണ്, എന്തൊരു വലിയ തട്ടിപ്പാണ് നടത്തിയത്. ഒന്നുകൂടി ഞാൻ പറയാം, എന്താണെന്നറിയോ? അതായത് 2 വർഗീയ മുന്നണികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് കേരളത്തിലുള്ളത്. നിങ്ങൾ ഇനി സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ചോദിച്ചാലും റേഷനരിയിലെ കല്ലിനെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് പറയാൻ ഈ മതസൗഹാർദ്ദവും മതേതരത്വവും വർഗീയതയും ഈ 2-3 ടോപ്പിക്കുകളെ കയ്യിലുള്ളൂ.